ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് അടുത്തത് അദ്ദർസുർ റാബിഉ, നാലാമത്തെ പാഠം. ഓക്കെ, നമുക്ക് വായിക്കാം കേട്ടോ. അൽ ബൈത്തു ഫിൽ ബൈത്തി, അൽ മസ്ജിദു ഫിൽ മസ്ജിദി, അൽ മക്തബു അലൽ മക്തബി, അസ്സരീറു അല സരീറി. ഇവിടെ എന്താ പറയുന്നത്? അൽ ബൈത്തു എന്ന ഇസ്മിലേക്ക് ഫീ എന്നൊരു ഹർഫു ജെറ് കയറി. ഫീ എന്ന് പറഞ്ഞാലും അല എന്ന് പറഞ്ഞാലും ഹർഫു ജെറാണ് കേട്ടോ. ഓക്കെ, ഫീ എന്ന് പറഞ്ഞാൽ ഇൽ അഥവാ ഇൻ നിങ്ങൾ ഇംഗ്ലീഷിൽ അർത്ഥം വരും ഇൽ. അല എന്ന് പറഞ്ഞാൽ ഓൺ, ഒന്നിൻ്റെ മുകളിൽ. ഓക്കെ, ഇതിന് ഹർഫാണ്. നമ്മൾ മുൻപ് പറഞ്ഞു മൊത്തം അറബി വാക്കുകളെ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു: ഇസ്മ്, ഫിഅല്, ഹർഫ്. അതിൽ ഹർഫിൽ പെട്ടതാണ് ഇത്. പക്ഷേ ഇത് ഹർഫുൽ മാനിയാണ് കേട്ടോ. ഖുറുഫുൽ ജർ എന്നൊക്കെ പറയും. ഇംഗ്ലീഷിൽ നമ്മൾ പ്രിപ്പോസിഷൻ എന്നൊക്കെ പറയും. ഓക്കെ, എന്താ പറഞ്ഞത്? ഇതൊന്നിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഇനി നോക്കിയേ, അൽ ബൈത്തു ഫിൽ ബൈത്തി. ഫി അല്ലെങ്കിൽ അല എന്ന ഹർഫു ജറിന് ശേഷം വന്നിട്ടുള്ളത് എന്താ? അൽ ബൈത്തി, അൽ മക്തബി അല്ലേ? ഇതെല്ലാം ഇസ്മുകളാണ്. അപ്പോൾ നമ്മൾ ഇസ്മിനെ തിരിച്ചറിയാനുള്ള രണ്ട് അടയാളങ്ങൾ മുൻപത്തെ പാഠത്തിൽ നിന്ന് പഠിച്ചു അല്ലേ? തൻവീനിനെ സ്വീകരിക്കുക, ഖലമുൻ, കിതാബുൻ. മറ്റൊന്നെന്താ? അലിഫ്ലാമ് ചേർന്ന് വരിക. അത് ഇസ്മിനോട് മാത്രമേ അലിഫ്ലാമ് ചേർന്ന് വരികയുള്ളൂ. ഇനി മറ്റൊന്നാണ് ഏതെങ്കിലും ഹർഫു ജെർ. ഇപ്പോൾ ഫീ, അല എന്നൊക്കെ പറഞ്ഞില്ലേ, ഇതേപോലെയുള്ള ഹർഫു ജെറിന് ശേഷം വരുന്നതെല്ലാം ഇസ്മുകൾ ആയിരിക്കും. ഇനി നമ്മൾ വ്യത്യാസം നോക്കിയേ. അൽ ബൈത്തു എന്നതിന് ശേഷം ഫി എന്ന ഹർഫ് ജെറ് ചേർന്നപ്പോൾ ഫിൽ ബൈത്തി എന്നായി. ഓക്കെ, ബൈത്തു എന്നത് താഴ ദൊമ്മ കെസ്രയായി മാറി. എന്താണ് കാരണം? അതായത് ഹർഫു ജറുകൾക്ക് ശേഷം വരുന്ന ഇസ്മുകൾ മജ്റൂർ. നമ്മൾ പറഞ്ഞില്ലേ, അയറാബുകൾ പറഞ്ഞല്ലോ, അവസ്ഥകൾ, ഒരു ഇസ്മിൻ്റെ അയറാബുകൾ പറഞ്ഞല്ലോ, മർഫു, മൻസൂബ്, മജ്റൂർ. അപ്പോൾ ഇത് ഹർഫു ജറിന് ശേഷം വരുന്ന ഇസ്മുകൾ മജ്റൂർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെ മജ്റൂറായി എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക? അതിന് കെസ്ര കൊടുത്തിരിക്കുകയാണ്. അവസാനത്തെ ലെറ്ററിൻ്റെ ഹർക്കത്ത് കെസ്രയാണ്. അവസാനത്തെ അക്ഷരത്തിൻ്റെ ഹർക്കത്ത് കെസ്ര കൊടുത്തുകൊണ്ടാണ് ഇതിനെ മജ്റൂർ ആക്കിയിരിക്കുന്നത്. അഥവാ നമ്മൾ ഇപ്പോൾ ഫിൽ ബൈത്തി എന്ന് പറയുമ്പോൾ ഫി എന്നുള്ളത് ഹർഫു ജറാണ്, അൽ ബൈത്തി എന്നുള്ളത് ഇസ്മു മജ്റൂറാണ്. ഫി എന്നുള്ളത് ഹർഫു ജർ, അൽ ബൈത്തി എന്നുള്ളത് ഇസ്മു മജ്റൂർ. ഇത് രണ്ടിനും കൂടി നമ്മൾ പറയും ജാറുൻ വ മജ്റൂറുൻ എന്ന് നമ്മൾ ഇതിനെ രണ്ടിനെയും കൂടി കൂട്ടിയിട്ട് പറയും. ഐന മുഹമ്മദുൻ, മുഹമ്മദ് എവിടെയാകുന്നു? ഐന മുഹമ്മദുൻ, മുഹമ്മദ് എവിടെയാകുന്നു? ഓക്കെ, ഇവിടെ നമ്മൾ ഓൾറെഡി നമ്മൾ മൂന്ന് ചോദ്യം ചോദിക്കാനുള്ള വാക്കുകൾ ഒക്കെ പഠിച്ചു. ഓക്കെ, ഐന എന്ന് പറഞ്ഞാൽ എവിടെ, അതാണ് അതിലെ നാലാമത്തെയാണിത് കേട്ടോ. മാ നമ്മൾ പഠിച്ചു. മാ എന്ന് പറഞ്ഞാൽ എന്ത്, മൻ ആര്, ഹംസ വന്നു കഴിഞ്ഞാൽ ആണോ എന്ന് വരും. അതേപോലെ പഠിക്കുന്ന മറ്റൊരു അദവാത്തുൽ ഇസ്തിഫാമിൽപ്പെട്ട ഒന്നാണ് ഐന. ഐന എന്ന് പറഞ്ഞാൽ എവിടെ എന്നാണ് അർത്ഥം. ഓക്കെ, ഐന മുഹമ്മദുൻ, മുഹമ്മദ് എവിടെയാണ്? ഹുവ ഫിൽ ഗുർഫത്തി, അവൻ മുറിയിലാണ്. ഹുവ ഫിൽ ഗുർഫത്ത് ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് ആണ് അല്ലേ? അപ്പോൾ ഏത് തരം സെൻറ്റൻസ് ആണത്? ജുംലത്തുൽ ഇസ്മിയ. ഹുവ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇസ്മു വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ പ്രൊനൗൺസുകൾ അഥവാ ദമീറുകളെല്ലാം ഇസ്മുകളാണ്. ഇത് ഇസ്മു വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരി, നമ്മൾ ഒരു ഇസ്മു വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ സെൻറ്റൻസിൽ എന്തുണ്ടാവണം? മുബത്തദയും ഖബറും ഉണ്ടാകണം അല്ലേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു അൽ ഖലമു മക്സൂറുൻ, പേന പൊട്ടിയതാണെന്ന് പഠിച്ചു അല്ലേ? അപ്പോൾ ആദ്യം മുബത്തദ എന്തായിരിക്കണം? മാരിഫ ആയിരിക്കണം, അറിയപ്പെടുന്നത് ആയിരിക്കണം. അൽ ഖലമു അലിഫ്ലാമു വെച്ചിട്ടില്ലേ ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇവിടെ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഹുവ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ പഠിച്ച മാരിഫയായിരിക്കണം എന്ന് പഠിച്ചപ്പോൾ ഹുവ എന്നുള്ളത് അഥവാ എല്ലാ ദമീറുകളും മാരിഫയാണ് കേട്ടോ. നെക്കിറയല്ല, എല്ലാം തന്നെ മാരിഫയാണ്. ഓക്കെ, പിന്നെ അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തായിരിക്കണം? മുബത്തദ എപ്പോഴും മർഫു ആയിരിക്കും, റഫ് ചെയ്യപ്പെട്ട അവസ്ഥയിലായിരിക്കണം. അൽ ഖലമു മീമിന് ദമ്മ കൊടുത്തിട്ടാണ് അവിടെ റഫ് ചെയ്തിട്ടുള്ളത്, മർഫു ആക്കിയിട്ടുള്ളത്. ഇവിടെ ഹുവ എന്നുള്ളിടത്ത് നമുക്ക് അതിൻ്റെ ഒന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയോ? എല്ലാ ദമീറുകളും മബനിയാണ്. അതിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് മാറ്റം ഉണ്ടാവില്ല, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് അത് റഫിൻ്റെ സ്ഥാനത്ത്, റഫ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ മർഫുവിൻ്റെ സ്ഥാനത്താണ് എന്ന് സങ്കല്പിക്കാനേ പറ്റൂ. അല്ലാതെ അവിടെ നമുക്കതിൻ്റെ അടയാളങ്ങളൊന്നും കാണാനായിട്ട് സാധിക്കില്ല. പിന്നെ നമ്മൾ പഠിച്ചത് അൽ ഖലമു മക്സൂറുൻ എന്നാണ് പഠിച്ചത് അല്ലേ? ഒറ്റ വാക്ക്
നമുക്കായിട്ട് ഖബർ പഠിച്ചു. ഇത് രണ്ടാമത്തെ തരം ഖബറാണ് കേട്ടോ. അതായത് ഹർഫ് ജറിന് ശേഷം ഇസ്മു മജ്റൂർ വരിക. അതായത് ഫിൽ ബൈത്തി അല്ലെങ്കിൽ ഫിൽ ഉർഫത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹർഫ് ജർ പിന്നെ ഇസ്മു മജ്റൂർ, ഇത് മൊത്തം നമ്മൾ ഖബറായിട്ടാണ് കണക്കാക്കുക. ഹുവ എന്നുള്ളത് മുബത്തദയും ഫിൽ ഉർഫത്തി എന്നുള്ളത് നമ്മൾ ഇത് രണ്ടും കൂടിയിട്ട് എന്താ പറയുക, ജാറുൻ വ മജ്റൂറുൻ. പിന്നെ നമ്മൾ പറയാം ഷിബ്ഹു ജുംല എന്ന് പറയാം. കാരണം എന്താ, ഫിൽ ബൈത്തി എന്ന് മാത്രം എടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് സെൻറ്റൻസ് അല്ല, ഫ്രേസ് ആണ് അല്ലേ, ഷിബ്ഹു ജുംല. പിന്നെ അതിൻ്റെ ഖബർ എന്ന് പറയാം. അപ്പോൾ നമ്മൾ എങ്ങനെ പറയണം, ഹുവ എന്നുള്ളത് മുബത്തദ, ഫിൽ ഉർഫത്തി എന്നുള്ളത് ജാറുൻ വ മജ്റൂറുൻ ഷിബ്ഹു ജുംല ഖബർ. ഇങ്ങനെ തന്നെ ബാക്കിയുള്ളതെല്ലാം പറഞ്ഞു പോകണം ഇൻഷാ അല്ലാഹ്. അടുത്തത് ചോദിക്കുന്നത് എന്താ, ഐന യാസിറുൻ, യാസിറും എവിടെയാകുന്നു, വാവുൽ അത്ഫ് കേട്ടോ. ഐന യാസിറുൻ, യാസിറുൻ എവിടെ, യാസിർ എവിടെയാണ്, ഹുവ ഫിൽ ഹമ്മാമി, അവൻ ബാത്റൂമിലാകുന്നു. ഹുവ ഫിൽ ഹമ്മാമി, ഹുവ എന്നുള്ളത് മുബത്തദ, ഫിൽ ഹമ്മാമി എന്നുള്ളത് ജാറുൻ വ മജ്റൂർ. പിന്നെ ഖബർ ഷിബ്ഹു ജുംല എന്നും കൂടി വേണമെങ്കിൽ പറയാം ഇൻഷാ അല്ലാഹ്. അടുത്തത് ഐന ആമിനത്തു, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുഹമ്മദുൻ, യാസിറുൻ എല്ലാ നാമങ്ങളും തെൻവീനിലാണ് അവസാനിച്ചത്. എന്നാൽ ആമിനത്തു എന്നുള്ളത് തെൻവീനിൽ അവസാനിച്ചിട്ടില്ല. ഓക്കെ, അതിനൊരു പ്രത്യേക കാരണമുണ്ട് ഇൻഷാ അല്ലാഹ്, അത് വരുന്നുണ്ട്, ഈ പാഠത്തിൽ തന്നെ വരുന്നുണ്ട്. ഹിയ ഫിൽ മത്ബഖി, അവൾ അടുക്കളയിലാകുന്നു. ഹിയ അവൾ ആയതുകൊണ്ട് അവിടെ ഹിയ എന്നുള്ള ദമീറാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. ഹിയ എന്നുള്ളത് മുബത്തദ, ഫിൽ മത്ബഖി എന്നുള്ളത് ജാറുൻ വ മജ്റൂറുൻ ഷിബ്ഹു ജുംല ഖബർ. ഐനൽ കിതാബു, പുസ്തകം എവിടെയാണ്, പുസ്തകം എവിടെയാണ്. ഹുവ അലൽ മക്തബി, അത് മേശമേലാണ്, ഡെസ്കിന്മേലാണ്. ഹുവ അലൽ മക്തബി, ഹുവ എന്നുള്ളത് അത് എന്ന അർത്ഥം കിട്ടാൻ വേണ്ടി, ഇറ്റ് എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട്. അൽ കിതാബു എന്നുള്ളത് എന്താണ്, ഇപ്പോൾ മറ്റേ മുദക്കർ അഥവാ മെയിലാണ്. ഓക്കെ, കാരണം എന്താ, സ്ത്രീലിംഗത്തിൻ്റെ ഒരു അടയാളങ്ങളും അതിലില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പുല്ലിംഗമായിട്ടാണ് പരിഗണിക്കുക. ഓക്കെ, അതുകൊണ്ടാണ് ഹുവ എന്ന് വന്നത്. അതിന് അവൻ എന്നല്ല പറയേണ്ടത്, അത് എന്നാണ് പറയേണ്ടത്. എന്നാൽ അടുത്ത് നോക്കിയേ, ഐന സാഅതു, വാച്ച് എവിടെയാണ്, സാഅതു. ഓക്കെ, അത് താ മർബൂത്തയിൽ അവസാനിക്കുകയാണ്. അപ്പോൾ താ മർബൂത്തയിൽ അവസാനിക്കുന്ന ആ നാമം സ്ത്രീലിംഗമായിട്ടാണ് പരിഗണിക്കുക. ഓക്കെ, വാച്ച് എവിടെയാകുന്നു. ഹിയ അലസരീറി, അത് കട്ടിന്മേലാകുന്നു. കണ്ടു, അത് എന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഹിയ എന്നാണ് ഉപയോഗിച്ചത്. കാരണം എന്താ, അസാദു എന്നുള്ളത് ഫെമിനിൻ ജെൻഡറാണ്, അതുകൊണ്ടാണ് അവിടെ ഹിയ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. ഹിയ മുബത്തദ, അലസരീറി അതിൻ്റെ ഖബർ ജാറും മജ്റൂർ ഷിബ്ഹു ജുംല ഖബർ. ഓക്കെ, നെക്സ്റ്റ് തമാരീൻ നോക്കിക്കോളൂ കേട്ടോ. തമാരീനു എന്ന് പറഞ്ഞാൽ എക്സസൈസസ്, തംരീൻ്റെ പ്ലൂരലാണ് തമാരീൻ. ഓക്കെ, അജിബ്, നീ ഉത്തരം നൽകുക. അനിൽ അസ്ഇലത്തിൽ ആത്തിയ, എന്തുകൊണ്ട് അനിൽ വന്നത്, അവിടെയും ഇൽത്തിഖാ ഉസാക്കിനേനാണ്. അപ്പോൾ അനിൻ്റെ ശേഷം നമ്മൾ എന്ത് വന്നാൽ, അൻ എന്ന സുക്കൂൻ്റെ ശേഷം പിന്നത്തെ പദത്തിൽ തൊട്ടടുത്ത കലിമയിൽ സുക്കൂൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, റൂള് പറഞ്ഞിട്ടില്ല അല്ലേ. ഓക്കെ, സുക്കൂൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റത്തെ അനിൻ്റെ നൂനിൻ്റെ സുക്കൂനിന് എന്ത് കൊടുക്കണം, കെസ്ര കൊടുത്തുകൊണ്ട് ഉച്ചരിക്കണം. ഇൽത്തിഖാ സാക്കിനീൻ എന്ന് പറയും, രണ്ട് സുക്കൂൻ ഒരുമിച്ച് വരിക. ഓക്കെ, അപ്പോൾ അജിബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയത്തി, താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. നമ്മളെ പഠിച്ച പാഠത്തിനെ ബേസ് ചെയ്തിട്ടാണ് ചോദ്യങ്ങൾ കേട്ടോ. ഐനൽ കിതാബു, പുസ്തകം എവിടെയാണ്. നമ്മളെങ്ങനെ എഴുതണം, ഹുവ ഫിൽ ഐനൽ കിതാബ്, പുസ്തകം എവിടെയാണ്, ഹുവ അലൽ മക്തബി, അത് മേശമേലാകുന്നു, ഡെസ്കിന്മേലാകുന്നു. ഹുവ മുബത്തദ, അലൽ മക്തബി ജാറുൻ വ മജ്റൂറുൻ ഷിബ്ഹു ജുംല ഖബർ, നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ. അടുത്ത് നോക്കിയേ, ഐന മുഹമ്മദുൻ, മുഹമ്മദ് എവിടെയാകുന്നു. അപ്പോൾ എങ്ങനെ എഴുതേണ്ടത്, ഹുവ ഫിൽ ഗുർഫത്തി, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതുക കേട്ടോ. ഐന സാഅതു, വാച്ച് എവിടെയാകുന്നു. ഹിയ അല സെരീറി, അത് കട്ടിന്മേലാകുന്നു. അടുത്തത് ഐന യാസിറുൻ, യാസിർ എവിടെയാകുന്നു. ഹുവ ഫിൽ ഹമ്മാമി. ഐന ആമിനത്തു, ആമിന എവിടെയാകുന്നു. ഹിയ ഫിൽ മത്ബഖി. ആമിനത്തു ഫിൽ ഗുർഫത്തി, ആമിനത്തു ഫിൽ ഗുർഫത്തി എന്ന് പറഞ്ഞാൽ ആമിന മുറിയിലാകുന്നു എന്നാണ്. അതിൻ്റെ മുന്നിൽ ഹംസ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, ആമിന മുറിയിലാണോ, അല്ല അല്ലേ, ലാ ഇട്ടിട്ട് നമ്മൾ കോമ ഇടുക. ഹിയ ഫിൽ മത്ബഖി, അവൾ അടുക്കളയിലാകുന്നു. യാസിറുൻ ഫിൽ മത്ബഖി, യാസിർ അടുക്കളയിലാണോ. ലാ, ഹുവ ഫിൽ ഹമ്മാമി.
മൻ ഫിൽ ഖുർഫത്തി, ആരാണ് മുറിയിൽ? ആരാ? മുഹമ്മദുൻ ഫിൽ ഖുർഫത്തി, അവിടെ മുഹമ്മദിൻ്റെ പേര് എഴുതാം കേട്ടോ. വമൻ ഫിൽ ഹമ്മാമി, ആരാണ് ബാത്റൂമിൽ? ആരാണ്? യാസിറുൻ ഫിൽ ഹമ്മാമി, മന്നിൻ്റെ അവിടെ യാസിർ എഴുതാം. മാദാ അലൽ മക്തബി, മേശമേൽ എന്താണ് അല്ലെങ്കിൽ ഡെസ്കിന്മേൽ എന്താണ്? അൽ കിതാബു അലൽ മക്തബി. അടുത്തത് മാദാ അല ശരീരി, കട്ടിൽമേൽ എന്താകുന്നു? അസാദു അല ശരീറി. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആൻസറും കൂടി ഞാനിതിൽ ഇടുന്നുണ്ട് കേട്ടോ. അടുത്ത രണ്ടാമത്തെ എക്സസൈസ് നോക്കിയേ. ഇഖ്റ, നീ വായിക്കുക. വക്തൂബ്, നീ എഴുതുക. മഅദബത്തി അവാഖിരിൽ കലിമാത്തി, വാക്കുകളുടെ അവസാനത്തിൽ ഹർക്കത്ത് വ്യക്തമാക്കിക്കൊണ്ട് അതിനോടുകൂടി വായിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ കൃത്യമായിട്ട് വായിക്കണം. അൽ മദ്രസത്തു, തൻവീനിടരുത്. അൽ മദ്രസത്തു. ഫിൽ മദ്രസത്തി, എന്താ ഹർഫു ജർ വന്നതുകൊണ്ട് അല്ലേ. ഫിൽ ബൈത്തി, അൽ ബൈത്തു. അൽ ഗുർഫത്തു, അൽ ഹമ്മാമു. ഫിൽ ഹമ്മാമി. ഫിൽ മത്ബഖി. അൽ മക്തബു. അലൽ മക്തബി. അലൽ കുർസിയി. അസ്സരീറു. അലൽ കിതാബി. ഫിൽ മസ്ജിദി. ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ട് വായിക്കുക. ഇനി ഇതിൻ്റെ ആൻസർ കീ ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടിയിട്ട് ഒന്ന് ഒത്തു നോക്കുക. ഓക്കെ, ശരി. അടുത്തത് ഇഖ്റ വക്തുബ്, നീ എഴുതുക, നീ വായിക്കുക. അത്വാലിബു ഫിൽ ജാമിഅത്തി, വിദ്യാർത്ഥി യൂണിവേഴ്സിറ്റിയിലാകുന്നു. അത്വാലിബു മുബ്തദഅ ഫിൽ ജാമിഅത്തി ജാറുൻ വമജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ. രണ്ടാമത്തെ എന്താ? അർ റജുലു ഫിൽ മസ്ജിദി, പുരുഷൻ പള്ളിയിലാകുന്നു. അർ റജുലു മുബ്തദഅ ഫിൽ മസ്ജിദി ജാറുൻ വമജ്റൂർ, അതിൻ്റെ ഖബർ കേട്ടോ. ഐന താജിറു, ഐന താജിറു, കച്ചവടക്കാരൻ എവിടെയാണ്, എവിടെയാകുന്നു? ഹുവ ഫിദ്ദുഖാനി, അവൻ കടയിലാകുന്നു. അദ്ദുഖാനിൻ്റെ അലിഫും ലാമൊക്കെ സൈലൻ്റാണ്. അലിഫ് എന്താണെന്നറിയാലോ, അത് ഹംസത്തുൽ വസ്ലാണ്. ലാമ് സൈലൻ്റ് ആവാൻ കാരണം ദാല് ഹർഫു ഷംസിയാണ് അല്ലേ. ഹർഫു ഷംസിയായ അക്ഷരമാണ്. അപ്പോൾ ലാമു സൈലൻ്റ് ആയിരിക്കണം. ദാലിന് ഷദ്ദ കൊടുക്കണം. ഹുവ ഫിദ്ദുഖാനി, അവൻ കടയിലാണ്. ഹുവ മുബ്തദഅ ഫിദ്ദുഖാനി ഖബറാണ്, ഇസ്മു മജ്റൂറാണ്, ഖബറാണ്. അടുത്ത് നോക്കൂ. അൽ ഖലമു അലൽ മക്തബി, പേന ഡെസ്കിന്മേലാകുന്നു. അൽ ഖലമു മുബ്തദഅ അലൽ മക്തബി ജാറുൻ വമജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ. ഐന സൈനബു, സൈനബ് എവിടെയാണ്? സൈനബുൻ എന്ന് വന്നില്ല അല്ലേ. അതിൻ്റെ വരാത്ത കാരണം ഇൻഷാ അല്ലാഹ് അടുത്ത് വരുന്നുണ്ട്. ഹിയ ഫിൽ ഗുർഫത്തി, അവൾ മുറിയിലാകുന്നു. ഓക്കെ, ഹിയ മുബ്തദഅ ഫിൽ ഗുർഫത്തി ജാറുൻ വമജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ. ഐനൽ വറഖു, പേപ്പർ എവിടെയാകുന്നു? ഹുവ അലൽ മക്തബി, അത് ഡെസ്കിന്മേലാകുന്നു. ഹുവയാണ് മുബ്തദഅ. ഹുവ വരാൻ കാരണം അൽ വറഖു എന്നത് ഫെമിനിൻ ജെൻഡറാണ്. മസ്കുലിനാണ്, അഥവാ മുദക്കർ ആയതുകൊണ്ട് ഹുവ, അത് എന്നുള്ള അർത്ഥത്തിൽ ഹുവ എന്നാണ് വന്നിട്ടുള്ളത്. ഹുവ അലൽ മക്തബി, ഹുവ മുബ്തദഅ അലൽ മക്തബി ജാറുൻ വമജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ. അടുത്ത് നോക്കൂ. ഐനൽ മുദർരിസു, അധ്യാപകൻ എവിടെയാണ്? ഹുവ ഫിൽ ഫസ്ലി, അവൻ ക്ലാസ്സിലാണ്. ഹുവ മുബ്തദഅ ഫിൽ ഫസ്ലി ഖബർ, ഓൾറെഡി അറിയാം. ഐന യാസിറുൻ, യാസിർ എവിടെയാണ്? ഹുവ ഫിൽ മിർഹാദി, അവൻ ടോയ്ലറ്റിലാണ്. ടോയ്ലറ്റ് കേട്ടോ. ഹുവ മുബ്തദഅ ഫിൽ മിർഹാദി ജാറുൻ വമജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ. അടുത്തത് ശ്രദ്ധിക്കൂ. അശ്ശംസു വൽ ഖമറു ഫിസ്സമായി, സൂര്യനും ചന്ദ്രനും ആകാശത്തിലാണ്. ഇവിടെ സൂര്യനും ചന്ദ്രനും ആകാശത്തിലാകുന്നു. ഫിസ്സമായി, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പറയുക? അശ്ശംസു മുബ്തദഅ, വൽ ഖമറു എന്തായിരിക്കും? വാവ് നമ്മൾ ഓൾറെഡി പറഞ്ഞ്, വാവുൽ അത്ഫ്. ഓക്കെ, ഒന്നിനെ യോജിപ്പിക്കാൻ, കൂട്ടി യോജിപ്പിക്കാനുള്ള വാവാണത്. ഈ ഹുറൂഫുൽ അത്ഫ് അഥവാ അത്ഫിൻ്റെ അക്ഷരങ്ങൾ കൂട്ടി യോജിപ്പിക്കുന്നതിൻ്റെ അക്ഷരങ്ങൾ കുറേ ഉണ്ട്. വായുണ്ട്, ഫ, ലാക്കിൻ, ഇങ്ങനെ കുറേ ഉണ്ട്. ഓക്കെ, അതായത് ഒരു പദം രണ്ടാമത്തെ ഒരു പദത്തോടു കൂടി കൂട്ടി യോജിപ്പിക്കുന്നു, അതാണ് അത്ഫ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതിന് എന്താ പറയുക, മഅതൂഫ് എന്ന് പറയുക, എന്തിനോടാണോ കൂട്ടി യോജിപ്പിക്കുന്നത്, അതായത് രണ്ടാമത്തെ പദത്തിന് മഅതൂഫ് എന്നാണ് പറയുക. ഓക്കെ, എന്തിനോടാണോ കൂട്ടി യോജിപ്പിക്കുന്നത് അതിനെ മഅതൂഫ് എന്ന് പറയുന്നു. അതിന് മുന്നത്തെ പദത്തിന് എന്താ പറയുക, മഅതൂഫുൻ അലൈഹി എന്ന് പറയും. അപ്പോൾ അത് രണ്ടും സെയിം ആയിരിക്കണം. അതായത് അശ്ശംസു വൽ ഖമറു രണ്ടും അലിഫ് ലാം ഉണ്ട്, മാരിഫയാണ് അല്ലേ. പിന്നെ എന്താ,
രണ്ടും എന്താണ്, മുഫ്രദാണ്, ഏകവചനമാണ്. പിന്നെ രണ്ടും ഒരേ ഇറാബ് അഥവാ രണ്ടും മർഫു ആണ്. ഓക്കെ, അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. രണ്ടും അങ്ങനെ വരുന്നത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഒരേപോലെ വരണം. അഷംസു അലിഫ്ലാം, അൽ ഖമറു കണ്ടോ, രണ്ടിലും ഷംസു ദൊമ്മ, ലാസ്റ്റ് അക്ഷരത്തിന് ദൊമ്മ, അങ്ങനെ ഒരേപോലെ വരണം കേട്ടോ. അപ്പോൾ അഷംസു മുബത്തദ, ആ വാവ് നമുക്കറിയാം ഹർഫുൽ അത്തഫ്, അത്തഫിൻ്റെ അക്ഷരമാണ്. അൽ ഖമറു എന്നത് മഅതൂഫുൻ അല ഷംസി, ഷംസി അതെ, അഥവാ ഷംസിലേക്ക് അത്തുഫ് ചെയ്യപ്പെട്ടതാണ്. ഷംസിലേക്ക് അത്തുഫ് ചെയ്തു, മഅതൂഫുൻ അല ഷംസി, അങ്ങനെയാണ് പറയുക കേട്ടോ. ഫിസ്സമാ എന്നാണ് ജാറും മജറൂർ ശിബഹു ജുംല ഖബർ. അടുത്തത് 10ാമത്തത് മൻ ഫിൽ ഫസ്ലി, ആരാണ് ക്ലാസ്സിൽ, ക്ലാസ്സിൽ ആരാകുന്നു. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു കേട്ടോ. അടുത്തത് എന്താ, തമ്മൽ മായലി, താഴെ തന്നിട്ടുള്ളത് നമ്മൾ വായിക്കുക. അവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി, 2 കോളുണ്ട്. മുഹമ്മദുൻ, ഖാലിദുൻ, ഹാമിദുൻ, യാസിറുൻ, അമ്മാറുൻ, സഈദുൻ, അലിയുൻ, അബ്ബാസുൻ ഒക്കെ പുരുഷനാമങ്ങൾ അല്ലേ. ഈ കോളത്തിൽ എന്താ, ആമിനത്തു, സൈനബു, ഫാത്തിമത്തു, മറിയമു, ആയിഷത്തു, ഖദീജത്തു, സഫിയത്തു, റുഖയ്യത്തു. റുഖയ്യാണ് കേട്ടോ, റുഖിയല്ല റുഖയ്യാണ്. അപ്പോൾ ഇവിടെ എന്താ ശ്രദ്ധിച്ചിട്ടുള്ളത്, പുരുഷനാമങ്ങൾക്കെല്ലാം തെൻവീനുണ്ട്, സ്ത്രീനാമങ്ങൾക്കൊന്നും തെൻവീനില്ല അല്ലേ. നമ്മൾ തെൻവീൻ വരാൻ പാടില്ലാത്തൊരു സന്ദർഭം നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ. അലിഫ്ലാമ് വരുമ്പോൾ അല്ലേ, ഒരു കലമുൻ, അതിൽ അലിഫ്ലാമ് ചേർന്നാൽ അൽ കലമു, അവിടെ തെൻവീൻ വരാൻ പാടില്ല. മറ്റൊരു സന്ദർഭമാണ് ഇത്. 3 അക്ഷരത്തിൽ കൂടുതലുള്ള സ്ത്രീനാമങ്ങൾക്ക് തെൻവീൻ വരാൻ പാടില്ല. 3 അക്ഷരത്തിൽ കൂടുതലുള്ള കേട്ടോ, 3 അക്ഷരത്തിൽ കൂടുതലുള്ള സ്ത്രീനാമങ്ങൾക്ക് തെൻവീൻ ഇടില്ല. പാമിനത്തു, സൈനബു, ഫാത്തിമത്തു, മറിയമു, ആയിഷത്തു, ഇതിനൊന്നും തെൻവീൻ ഇടാൻ പാടില്ല. അപ്പോൾ ഈ 3 അക്ഷരത്തിൽ കൂടുതലുള്ള സ്ത്രീനാമങ്ങൾ എന്ന് പറഞ്ഞല്ലോ, ഇവർ വേറൊരു കാറ്റഗറിയിൽ പെടുന്നുണ്ട്. ആ കാറ്റഗറീനെ പറയാം മംനു മിനസ് സൊർഫ്, ഗൈറു മുൻസരിഫ് എന്നൊക്കെ പറയും. അതായത് സൊർഫിൽ നിന്നും വിലക്കപ്പെട്ടത് എന്ന് പറയും. അതായത് ഇവർ തെൻവീനിനെയും സ്വീകരിക്കില്ല. പിന്നെ ഇത് നമ്മൾ ജെറ് ചെയ്യുന്ന സമയത്ത് കെസ്രയും ഇടില്ല, ഇത് കെസ്രയും സ്വീകരിക്കില്ല. ആ ഒരു കാറ്റഗറിയിലും കൂടി പെടും. ഓക്കെ, അപ്പോൾ മംനു മിനസ് സൊറഫിൽ പെടുന്നത്, സൊറഫിൽ നിന്ന് വിലക്കപ്പെട്ട, തെൻവീൻ സ്വീകരിക്കാത്തത്, ജെറ് ചെയ്യുമ്പോൾ കെസ്രനെ സ്വീകരിക്കാത്ത ആ ഒരു കാറ്റഗറിയിലുള്ള കുറേ ആൾക്കാർ നമുക്ക് പഠിക്കാനുണ്ട്. അതിലൊന്നാമത്തെ വിഭാഗമാണ് 3 അക്ഷരത്തിൽ കൂടുതലുള്ള സ്ത്രീനാമങ്ങൾ. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അടുത്തത് എന്താ, ഇഖ്റ വക്തുബ് മഅദബത്തി അവാഹിരിൽ കലിമാത്ത്, വാക്കുകളുടെ അവസാനത്തെ ഹർക്കത്തുകൾ അത് വോക്കലൈസ് ചെയ്തിട്ട് നല്ല വ്യക്തമായിട്ട് ഉച്ചരിച്ചുകൊണ്ട് വായിക്കുക, എഴുതുക. അപ്പോൾ എങ്ങനെ വായിക്കണം, ഹാമിദുൻ തെൻവീൻ ഇട്ടിട്ട് തന്നെ വായിക്കണം. സൈനബു തെൻവീൻ ഇടാൻ പാടില്ല. ആമിനത്തു, അമ്മാറുൻ, സഈദുൻ, ഫാത്തിമത്തു തെൻവീൻ ഇടരുതേ. മറിയമു, അലിയുൻ, ഖാലിദുൻ, ആണുങ്ങളുടെ പേരിനൊക്കെ തെൻവീനിട്ട് വായിക്കുക. അബ്ബാസുൻ, ആയിഷത്തു, മുഹമ്മദുൻ, സഫിയത്തു, ഖദീജത്തു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് കേട്ടോ, ബ എന്നുള്ള ആ ഒരു ഭാഗത്തേക്ക് നോക്കാം. അൽ ബൈത്തു, മിനൽ ബൈത്തി, അൽ മസ്ജിദു, ഇലൽ മസ്ജിദി. ഇവിടെ എന്താ, അൽ ബൈത്തു മിനൽ ബൈത്തി. അവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. മിൻ അൽ ബൈത്തി എന്നാണ് ശരിക്കും, നൂനിന് സുക്കൂനാണ്. തൊട്ടടുത്ത പദത്തിലെ ഹംസത്തുൽ വസ്ൽ നമ്മൾ ഉച്ചരിക്കില്ല, ലാമിനും സുക്കൂനാണ്. അങ്ങനെ 2 സുക്കൂന് തമ്മിൽ ഒരുമിച്ച് വരികയാണ്. ഈ 2 സുക്കൂനും അതായത് 2 പദത്തിലായിട്ട് വരികയാണ്. ഓക്കെ, കലിമത്തെയിൻ 2 പദത്തിലായിട്ട്, ഒരു പദത്തിൻ്റെ അവസാനത്തിലും മറ്റൊരു പദത്തിൻ്റെ തുടക്കത്തിലും 2 സുക്കൂന് തമ്മിൽ കണ്ടുമുട്ടി. അപ്പോൾ അതിനെ നമ്മൾ പറയാം ഇൽത്തിഖാഉ സാക്കിനൈൻ എന്നാണ് പറയുക. അത് ഒരു അക്ഷരത്തിലൊക്കെ വരും, ഖുർആനിലൊക്കെ ഉണ്ട്. നമ്മുടെ അവിടെ മദ് ലാസിമൊക്കെ കൊടുത്ത് നീട്ടും, നമ്മൾ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരേ പദത്തിൽ വരുമ്പോൾ നമ്മൾ ചില റൂൾസ് ഉണ്ട് കേട്ടോ. അതിന് ഹർക്കത്ത് കൊടുത്ത് നമുക്ക് തൽക്കാലം മിൻ എന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നൂനിന് ഫതഹ കൊടുത്തിട്ടാണ് നമ്മൾ വായിക്കുന്നത്. മിൻ എന്നുള്ള ഹർഫ് ജെറിന് ശേഷം മറ്റൊരു പദത്തിൽ സുക്കൂനുള്ള പദമാണെങ്കിൽ മിന എന്നാണ് വായിക്കുക. അപ്പോൾ നമ്മളിവിടെ മുൻപത്തെ എക്സസൈസിലൊക്കെ കണ്ട അജിബ് അൻ അസ് ഇലത്തി എന്നുള്ളത് അനിന് ശേഷമാണെങ്കിൽ നൂന് കെസ്ര കൊടുക്കുക, അനിൽ അസ് എലത്തി എന്നാണ് കൊടുക്കുക. ഓക്കെ, നമ്മളതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇവിടെ ഇൽത്തിഖാഉ സാക്കിനൈൻ 2 പദത്തിലാണ് കേട്ടോ, അതൊന്ന് ഓർക്കണേ. ഒരു പദത്തിൽ എന്ന് പറഞ്ഞു, 2 കലിമയിൽ വരുമ്പോൾ ഒരു കലിമ അവിടെ ഹർക്കത്ത് കൊടുക്കണം ഇൻഷാ അല്ലാഹ്. ഇനി നോക്കൂ, അൽ ബൈത്തു മിനൽ ബൈത്തി ഇലൽ മസ്ജിദി, അതൊക്കെ എന്താ, അതൊക്കെ ഹർഫ് ജറാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി 2 പഠിച്ചു അല്ലേ. ഏതാ, ഫിയും പഠിച്ചു, അലയും പഠിച്ചു. ഇവിടെ
മിൻ മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്, അതിൻ്റെ അസ്ലിയായിട്ടുള്ള അർത്ഥം ഇൽ നിന്ന്, ഫ്രം എന്നുള്ള അർത്ഥത്തിൽ. ഇല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേക്ക്, ടു. ഓക്കെ. അൽ ബൈത്തു എന്ന് പറഞ്ഞാൽ ദ ഹൗസ്, മിനൽ ബൈത്തി വീട്ടിൽ നിന്ന്, ഫ്രം ദ ഹൗസ്. അൽ മസ്ജിദു ഇലൽ മസ്ജിദി പള്ളിയിലേക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിനൽ ബൈത്തി എന്നുള്ളത് ഹർഫു ജർ, അൽ ബൈത്തി എന്നത് ഇസ്മു മജ്റൂർ, രണ്ടിനെയും കൂടി നമ്മൾ ജാറുൻ വ മജ്റൂറുൻ എന്ന് പറയും. ഇല ഹർഫു ജർ, അൽ മസ്ജിദി ഇസ്മു മജ്റൂർ, രണ്ടിനെയും കൂടി നമ്മൾ എന്ത് പറയും? ജാറുൻ വ മജ്റൂറുൻ എന്ന് പറയും. ഓക്കെ. ഇവിടെ ഒരു അധ്യാപകൻ ക്ലാസ്സിലേക്ക് വന്നിട്ട് മുഹമ്മദ് എന്നൊരു കുട്ടിയുമായിട്ടുണ്ടാകുന്ന ഒരു ഹിവാർ, ഒരു കോൺവെർസേഷനാണ് കേട്ടോ. അപ്പോൾ അധ്യാപകൻ ഓരോ കുട്ടികളെ കുറിച്ചിട്ടും ഈ മുഹമ്മദ് എന്ന കുട്ടിയോട് ചോദിക്കുകയാണ്. അൽ മുദരിസു, അധ്യാപകൻ ചോദിക്കുന്നത് എന്താ? മിൻ ഐന അൻത, നീ എവിടെന്നാ? വേർ ആർ യു ഫ്രം, നീ ഇപ്പോൾ എവിടെയാണെന്നല്ല ചോദിക്കുന്നത്, നീ ഏത് നാട്ടുകാരനാണ് എന്നാണ് ചോദിക്കുന്നത്. മിൻ ഐന അൻത. അപ്പോൾ ഈ കുട്ടി പറയുന്നത്, മുഹമ്മദുൻ പറയുന്നത് എന്താ? അന മിനൽ യാബാനി, ഞാൻ ജപ്പാനിൽ നിന്നാണ്. അന മിനൽ യാബാനി, ഞാൻ ജപ്പാനിൽ നിന്നാണ്. അന എന്നുള്ളത് മുബത്തദ, അന എന്ന് പറഞ്ഞാൽ മുബത്തദയാണ്. മിനൽ യാബാനി ജാറുൻ വ മജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ. അന എന്തുകൊണ്ടാണ്? മർഫു ആണ് അല്ലേ, റഫ് ആണ്. മുബത്തദ എപ്പോഴും മർഫു ആയിരിക്കും, പക്ഷേ അന എന്നുള്ളത് മബനിയാണ്. അതുകൊണ്ട് നമുക്ക് മുബത്തദൻ്റെ ഒന്നും കാണാൻ പറ്റില്ല. പിന്നെ അത് മാരിഫയാണ്. അതുകൊണ്ട് തന്നെ അലിഫ്ലാമൊന്നും വേണ്ട, അല്ലെങ്കിൽ നമുക്കറിയാം ദമീറുകളെല്ലാം മാരിഫയാണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ മുദരിസ് പിന്നെയും ചോദിക്കുകയാണ്, വമിൻ ഐന അമ്മാറുൻ, അമ്മാറും എവിടെ നിന്നാണ്? ഓക്കെ. അമ്മാർ ഇവിടുത്തെ കാരനാണെന്ന് അർത്ഥം. അപ്പോൾ എന്താ പറയുന്നത് മുഹമ്മദ്? ഹുവ മിനസ്വീനി, അവൻ ചൈനയിൽ നിന്നാണ്. ഹുവ മുബത്തദ മിനസ്വീനി ജാറുൻ വ മജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ. ഓക്കെ. അടുത്ത മുദരിസ് ചോദിക്കുകയാണ്, വമിൻ ഐന ഹാമിദുൻ, ഹാമിദും എവിടെ നിന്നാണ്? അപ്പോൾ മുഹമ്മദ് പറയുന്നത് എന്താ? ഹുവ മിനൽ ഹിന്ദി, അവൻ ഇന്ത്യയിൽ നിന്നാകുന്നു. ഇവിടെ ഹുവ എന്നുള്ളത് മുബത്തദ മിനൽ ഹിന്ദി ജാറുൻ വ മജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ. അടുത്തത് എന്താ പറയുന്നത്? ഹുവ മിനൽ ഹിന്ദി. ഐന അബ്ബാസുൻ, അബ്ബാസ് എവിടെയാകുന്നു? ഐന അബ്ബാസുൻ എന്നാണ് ചോദിച്ചത്. അതായത് അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ എവിടെയാണ്? മിൻ ഐന എന്ന് പറഞ്ഞാൽ എവിടുത്തുകാരൻ എവിടെ നിന്നാണെന്നാണ്. ഇവിടെ ഐന എന്നാണ് ചോദിച്ചത്, എവിടെയാണ്, ഇപ്പോൾ എവിടെയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്താ ഉത്തരം പറയുന്നത്? ഖറജ, ഖറജ, അവൻ പുറത്തു പോയി. ഹി വെൻറ്റ് ഔട്ട്. ഖറജ എന്ന് പറഞ്ഞാൽ അവൻ പുറത്തു പോയി. ഇതെന്തായിരിക്കും? ഇത് ജുംലത്തിൽ ഇസ്മിയ അല്ല അല്ലേ? എന്താ കാരണം? ഇസ്മല്ല, ഇസ്മ വെച്ചിട്ടല്ല സ്റ്റാർട്ട് ചെയ്തത്. ഇതെന്ത് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്? ഫിഅല് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ മുൻപ് പഠിച്ചത് ഓർക്കണ്ട. ഒരു ജുംലത്തുൽ ഫിഅലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയ വെച്ചിട്ടാണ് തുടങ്ങുക. അതിൽ ഒരു ഫിഅൽ ഉണ്ടാകും, ഒരു ഫായിൽ ഉണ്ടാകും, അഥവാ ക്രിയ ചെയ്ത ആളുണ്ടാകും, ഒരു ക്രിയയും ഉണ്ടാകും, ക്രിയ ചെയ്ത ആളും ഉണ്ടാകും. അപ്പോൾ ഖറജ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് കാണുന്നുണ്ടോ? ഇല്ല, കാണുന്നില്ല. ഫായിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രവൃത്തി ചെയ്ത ആളിനെയാണ് ഫായിൽ എന്ന് പറയുക. ഫായിലാണെങ്കിൽ രണ്ട് കണ്ടീഷൻ വേറെയും ഉണ്ട്. ഫെയിലിന് ശേഷം മാത്രമാണ് വരിക, ഫെയിലിൻ്റെ മുൻപല്ല വരിക, ഫെയിലിന് ശേഷമാണ് വരിക. ഫായിൽ എപ്പോഴും മർഫു ആയിരിക്കും. ഓക്കെ. നമ്മൾ ഒരു അടയാളം പഠിച്ചു. മർഫു എന്ന് പറയുമ്പോൾ ദമ്മ കൊടുത്തിട്ട് റഫു ചെയ്ത് നമ്മൾ പഠിച്ചു. ഓക്കെ. അപ്പോൾ ഇവിടെ ഖറജ എന്നുള്ളിടത്ത് നമുക്ക് ഫായിലിനെ കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫെയിലിനെ കുറിച്ച് പഠിക്കണം. അപ്പോൾ ഒരു ഫായിലില്ലാതെ ഒരിക്കലും ഒരു ഫെയിൽ ഉണ്ടാവില്ല. ഒരു ക്രിയ മാത്രമായിട്ടുണ്ടാവില്ല, അതിൽ കർത്താവ് ഉണ്ടായിരിക്കും. അത് രണ്ടുപേരും ഒന്നിച്ചായിരിക്കും ഇരിക്കുക. ഉദാഹരണത്തിന് ഖതബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതി എന്നല്ല അർത്ഥം, അവൻ എഴുതി എന്നാണ്. അവിടെ ഒരു പ്രൊനൗൺ, ഒരു ലമീറുണ്ട്. ജലസ എന്ന് പറഞ്ഞാൽ അവൻ ഇരുന്നു എന്നാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു ലമീറുണ്ട്. അതുപോലെ തന്നെയാണ് ഖറജ എന്നുള്ളത്. ഖറജ എന്ന് പറഞ്ഞാൽ എന്താ? അവൻ പുറത്തു പോയി എന്നാണ്. ആ ഒരു ഫായിൽ അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഫിയലിനെ കുറിച്ച് ചെറുതായിട്ട് പഠിക്കാം. അറബി ഭാഷയിലെ ഫിയലുകൾ 3 തരമാണ്. ഫിയലുൽ മാദി, പാസ്റ്റ് ടെൻസ്, കഴിഞ്ഞു പോയ കാലം. ഫിയലുൽ മുളാരി എന്ന് പറഞ്ഞാൽ പ്രസൻറ്റിനും ഫ്യൂച്ചറിനും പറയും, നടന്നുകൊണ്ടിരിക്കുന്നതും ഭാവിയിൽ നടക്കാനുള്ളതുമായ കാലസൂചനയുള്ള പ്രവൃത്തി. അടുത്തത് ഫിയലുൽ അംർ, ഇമ്പാരറ്റീവ്, ഒരാളോട് അപേക്ഷിക്കുക, റിക്വസ്റ്റ് ചെയ്യുക, അതുപോലെ കൽപ്പിക്കുക, അതിന് കൽപ്പനക്രിയ.
അപ്പോൾ നമ്മളിവിടെ ഫിഅലുൽ മാലിയാണ് പഠിക്കുന്നത്. ഫിഅലുൽ മാലി പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് 3 ലെറ്ററാണ്. പണ്ഡിതന്മാർ നമ്മുടെ ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഒരു 3 ലെറ്റർ പാറ്റേൺ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അതായത് ഫാ കലിമയുണ്ട്, ഐൻ കലിമയുണ്ട്, ലാം കലിമയുണ്ട്. നമ്മൾ എളുപ്പത്തിന് ഫാല എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഫാ കലിമക്കും ഐൻ കലിമക്കും ലാം കലിമക്കും ഒക്കെ ഫതഹ ഇട്ട് വന്നാൽ ഫാല എന്ന് വായിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക, ആ പാറ്റേൺ മനസ്സിലാക്കി വെക്കുക. അത് മുഖേന ആ ഒരു പാറ്റേണിലാണ് നമ്മൾ ഫിഅലുൽ മാലി പഠിക്കുക. ഓക്കെ, ഇപ്പോൾ ഫഅല എന്ന പാറ്റേണിലാണ്. ഇപ്പോൾ ജലസ എന്ന് പറഞ്ഞാൽ എന്താ? ഫഅല എന്ന പാറ്റേണിലാണ് ജലസ. ഫഅല എന്നത് അതായത് 3 കലിമയ്ക്ക് ഫതഹ വന്നിട്ടുള്ള പാറ്റേണാണ്. ഖറജ, അവൻ പുറത്തു പോയി. അതെങ്ങനെയാണ്? 3നും ഫതഹയാണ് അല്ലേ. അതുപോലെ തന്നെ ഒരുപാട് കദബ, പിന്നെ റഹബ, അവൻ പോയി എന്നൊക്കെ പറയുമ്പോൾ 3നും ഫതഹ. അതുപോലെ കെസ്റ വരുന്ന സന്ദർഭങ്ങളുണ്ട്. അതായത് ഐൻ കലിമക്ക് കെസ്റ വരും, നടുവിലത്തെ ഇതിന് ലെറ്ററിന് കെസ്റ വരുന്ന സന്ദർഭം ഏതാ? സമിഅ. പിന്നെ ദമ്മ വരുന്ന സന്ദർഭമുണ്ട് ഐൻ കലിമക്ക് കേട്ടോ, കറൂമ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 ലെറ്ററിൽ ഫിഅലുൽ മാലിൻ്റെ പാറ്റേണിൽ ഫാ കലിമയും ലാം കലിമയും അഥവാ ഫസ്റ്റ് റാഡിക്കൽ ലെറ്ററും തേർഡ് റാഡിക്കൽ ലെറ്ററിനും എപ്പോഴും ഫതഹയായിരിക്കും. എന്നാൽ സെക്കൻഡ് റാഡിക്കൽ ലെറ്റർ ഐൻ കലിമ കെസ്റ വരാം, ഫതഹ വരാം, ദമ്മ വരാം. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഫിഅലുൽ മാലിക്ക് 14 രൂപങ്ങളുണ്ട്. 14 രൂപങ്ങളുണ്ട്. ഓക്കെ, അത് നമ്മൾ ഫഅല എന്ന പാറ്റേണിൽ നമ്മൾ പഠിക്കും. ഓക്കെ, ഈ 14 രൂപങ്ങളിൽ അത് 2 വിഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഒരു വിഭാഗം സാക്കിൻ പ്രോനൗൺ ആണ് കേട്ടോ. സാക്കിൻ പ്രോനൗൺ അതിൽ ഫായിൽ അതിൻ്റെ സാക്കിൻ പ്രോനൗൺ എന്നാണ് പറയുക. രണ്ടാമത്തേത് മുത്തഹരിക്കായിട്ടുള്ള പ്രോനൗൺ എന്നാണ് പറയുക. രണ്ടാമത്തേത് ആദ്യത്തെ 5 എണ്ണം സാക്കിൻ പ്രോനൗണും പിന്നത്തെ 9 എണ്ണം മുത്തഹരിക്കായിട്ടുള്ള പ്രോനൗണുമാണ്. നമുക്കതിങ്ങനെ പതുക്കെ പറഞ്ഞു നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ ഹുവ, ഹുമാ, ഹും എന്നൊക്കെ ദമീറുകൾ പഠിച്ചില്ലേ, അതേപോലെ നമ്മുടെ വിരലിൽ വെച്ചിട്ട് ഇതേപോലെ ഞാൻ പിക്ചർ അയച്ചിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മൾ പഠിക്കേണ്ടത്. തേർഡ് പേഴ്സൺ 6 എണ്ണം, സെക്കൻഡ് പേഴ്സൺ 6 എണ്ണം, ഫസ്റ്റ് പേഴ്സൺ 2 എണ്ണം. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് നമ്മൾ ആദ്യത്തെ 5 എണ്ണം സാക്കിൻ പ്രോനൗണാണ്. അത് എൻഡ് വിത്ത് സുക്കൂനാണ്, സുക്കൂനിലാണ് അവസാനിക്കുന്നത്. ഒന്നാമത്തേത് ഫഅല. ഫഅല ഫഅല നമ്മൾ നമ്മുടെ ലിറ്റിൽ ഫിംഗറിൻ്റെ തുമ്പത്താണ് നമ്മൾ പിടിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ 6 പേര് ഇവിടെ ഇല്ലാത്തവരാണ്. ഫഅല ഏതിൻ്റെ സ്ഥാനത്താണ്? ഹുവൻ്റെ സ്ഥാനത്താണുള്ളത് അല്ലേ. അവൻ ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അവൻ ചെയ്തു, ഹുവ. അവിടെ ഫഅല അല്ലെങ്കിൽ ജലസ, ആ പാറ്റേണിൽ വരുന്ന വെർബുകൾ ജലസ, കതബ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ജലസ അവൻ ഇരുന്നു, കതബ അവൻ എഴുതി. അവൻ എന്നുള്ള ഒരു ദമീർ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതിൻ്റെ ഫായിൽ തൊട്ടടുത്തില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അവൻ എന്നൊരു ദമീർ അതിൻ്റെ അകത്ത് ഒളിച്ചിരിക്കുന്നുണ്ട്. ആ ഹിഡൻ ആയിട്ടുള്ള പ്രോനൗണിനെ നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് പ്രത്യേകിച്ച് അടയാളങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ പറയാറ് ഫഅല, ആ പാറ്റേണിൽ വരുന്ന വെർബുകൾ ജലസ, കതബ. പിന്നെ എന്തായാലും അതിന് നമ്മൾ പറയാം അതിൻ്റെ ഫായിൽ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? ഫായിൽ അതിനെ പറയുന്നത് ദമീർ മുസ്തതിർ, ഹിഡൻ പ്രോനൗൺ കേട്ടോ. ദമീർ മുസ്തതിർ തഖ്ദീറുഹു ഹുവ. മുസ്തതിറായിട്ടുള്ള ഒളിച്ചിരിക്കുന്ന പ്രോനൗണാണ്, ഹുവൻ്റെ സ്ഥാനത്താണ് അതുള്ളത്. ഓക്കെ, ദമീർ മുസ്തതിർ തഖ്ദീറുഹു ഹുവ. ഓക്കെ, അപ്പോൾ ഖറജ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഫിഅലുമുണ്ട് ഫായിലുമുണ്ട്. ഖറജ എന്ന് പറഞ്ഞാൽ അവൻ പുറത്തുപോയി. അപ്പോൾ ഖറജ എന്ന ഫിഅലിലെ ഫായിൽ ആരാണ്? ദമീർ മുസ്തതിർ തഖ്ദീറുഹു ഹുവ. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ. ഫഅല. ഫഅല അവർ 2 പേർ ചെയ്തു. ജലസ അവർ 2 ആൺകുട്ടികൾ ഇരുന്നു. ഓക്കെ, ഇവിടെയും ഫായിലില്ലെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അവർ 2 പേരെന്ന്. അപ്പോൾ ഒരു അലിഫ് അവിടെ കൂടിയിട്ടുണ്ട് അല്ലേ. അലിഫിന് എന്താ ഉള്ളത്? അലിഫിന് സുക്കൂനുണ്ട്. അതാണ് സാക്കിൻ പ്രോനൗൺ എന്ന് പറയുന്നത്. പിന്നെ നമുക്കൊരു അടയാളമായിട്ട് അലിഫുൽ ഇസ്നൈൻ എന്ന് പറയും. അതായത് 2 എണ്ണത്തിനെ സൂചിപ്പിക്കുന്ന ഒരു അലിഫ് അവിടെ ഉണ്ട്. അപ്പോൾ അലിഫുൽ ഇസ്നൈനാണ് അതിൻ്റെ ഫായിൽ എന്ന് പറയുന്നത്. ഫഅല, കതബ അവർ 2 പേര് എഴുതി എന്ന് പറയുമ്പോൾ കതബ എന്നത് ഫിഅലും അലിഫുൽ ഇസ്നൈൻ ഫായിലാണ് കേട്ടോ. ഇനി ഫഅലു, മൂന്നാമത്തെ ഫോം ഫഅലു. ഓക്കെ, ഫഅലു അവർ 2-ലധികം പുരുഷന്മാർ ചെയ്തു. ഓക്കെ, അപ്പോൾ അവിടെ അതിൻ്റെ ഫായിലാരാ? വാവുൽ ജമാ എന്നാണ് പറയുക കേട്ടോ. വാവുൽ ജമാ, അത് അതിൻ്റെ വാവിൻ്റെ കഴിഞ്ഞിട്ട് ഒരു സുക്കൂനുണ്ട്. അതുകൊണ്ടാണ് സാക്കിൻ പ്രോനൗൺ എന്ന് പറയുന്നത്. ഫഅലു. ഓക്കെ, ഇനി നമ്മൾ സ്ത്രീലിംഗത്തിലേക്ക് കടക്കുകയാണ്. മൂന്നാമത്തെ
രണ്ടാമത്തെ സെക്ഷനിൽ തേർഡ് പേഴ്സൻ്റെ സ്ത്രീലിംഗത്തിലേക്ക് കിടക്കണ്. ഫഅലത്ത്, ശ്രദ്ധിക്കണേ, ഫഅലത്ത്, ലാമിന് ഫതഹ ട്ടാ. ഫഅലത്ത്, ഫഅലത്ത്. ഈ ഫഅലത്ത് എന്ന് പറഞ്ഞാൽ അവൾ ചെയ്തു എന്നാണ്. ഓക്കെ, ഈ അവൾ ചെയ്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫായിൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താക്ക് സുക്കൂൻ അല്ലേ, ആ താ അല്ല, അനീസിൻ്റെ താ അല്ല ഫായിൽ, നമ്മൾ അതിനെയും പറയാം ലൊമീർ മുസ്തത്തിർ എന്നാണ്. രണ്ട് മുസ്തത്തിറായ ലൊമീറുകളാണുള്ളത്. ഒന്ന് ഫഅലക്കും രണ്ടാമത്തേത് ഫഅലത്തിനും. ഫഅലത്ത് എന്ന് പറയുമ്പോൾ അനീസിൻ്റെ താ അതിനെ നമ്മൾ പ്രൊനൗണായിട്ട് കൂട്ടില്ല. അപ്പോൾ അതും ലൊമീർ മുസ്തത്തിർ തഖ്ദീറുഹു ഹിയ, ഹിയൻ്റെ പ്ലേസിലാണല്ലോ അതുള്ളത്. അതുകൊണ്ട് അതിൻ്റെ ഫായിൽ ലൊമീർ മുസ്തത്തിർ തഖ്ദീറുഹു ഹിയ. ഓക്കെ, അടുത്തത് ഫഅലതാ, അവർ രണ്ട് സ്ത്രീകൾ ചെയ്തു. ഫഅലതാ, താ കഴിഞ്ഞിട്ട് അലിഫിന് സുക്കൂന്, അപ്പോൾ സാക്കിൻ പ്രോണൗണ് കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തത് മുതൽ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? ഐൻ കലിമ, മൂന്നാമത്തെ ലെറ്റർ കണ്ടോ? ഐൻ കലിമക്ക് അവിടുന്ന് തൊട്ട് 9 എണ്ണത്തിനും ഐൻ കലിമക്ക് സുക്കൂനാണ്, ശ്രദ്ധിച്ച് നമ്മൾ സർഫാക്കണം. ഓക്കെ, ഫഅൽന, ഫഅൽന, അവിടെ നൂനു നിസ്വ എന്നാണ് അതിനെ പറയുക. ഫഅൽന, കുറേ സ്ത്രീകൾ ചെയ്തു. ഓക്കെ, ഫഅൽന കേട്ടോ. ഫഅല, ഫഅല, ഫഅലു, ഫഅലത്ത്, ഫഅലത്താ വരെ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഐൻ കലിമക്ക് സുക്കൂനാണ്, അവിടുന്ന് മുതൽ ഐൻ കലിമക്ക് സുക്കൂനാണ്, ശ്രദ്ധിക്കുക. ഫഅൽന. ഓക്കെ, അടുത്തത് നമ്മുടെ സെക്കൻഡ് പേഴ്സൺ സ്റ്റാർട്ട് ചെയ്യാണ്. ഫഅൽത, നീ ഒരു പുരുഷൻ ചെയ്തു. ഫഅൽതുമാ, നിങ്ങൾ 2 പുരുഷന്മാർ ചെയ്തു. ഫഅൽതും, നിങ്ങൾ കുറേ പുരുഷന്മാർ ചെയ്തു. നമ്മൾ ഈ പാറ്റേണിൽ കുറേ ഉണ്ടാക്കി നോക്കണേ. ഫഅൽതി, നീ ഒരു സ്ത്രീ ചെയ്തു. ഫഅൽതുമാ, നിങ്ങൾ കുറേ സ്ത്രീകൾ ചെയ്തു. ഫഅൽതുന്ന, നിങ്ങൾ 2 സ്ത്രീകൾ ചെയ്തു. ഫഅൽതുന്ന, നിങ്ങൾ കുറേ സ്ത്രീകൾ ചെയ്തു. നേരെ മുന്നിൽ നിൽക്കുന്ന 6 പേര് കഴിഞ്ഞു. ഇനി ഫഅൽതു, ഞാൻ ചെയ്തു. ഫഅൽനാ, ഞങ്ങൾ ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫഅലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഒരു സ്ത്രീ ചെയ്തു. ഫഅലത്ത്, അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹർക്കത്ത് മാറിക്കഴിഞ്ഞാൽ മൊത്തം തെറ്റും. ഫഅൽത എന്ന് പറഞ്ഞാൽ എന്താ? ഫഅൽത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒരു പുരുഷൻ ചെയ്തു. ഫഅൽതി, നീ ഒരു സ്ത്രീ ചെയ്തു. ഫഅൽതു, ഞാൻ ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് നല്ല രീതിയിൽ സർഫാക്കി പഠിക്കുക. ഓക്കെ, ഇതിങ്ങനെ പറഞ്ഞ് പഠിക്കുക. ഫഅല, ഫഅല, ഫഅലു, ഫഅലത്, ഫഅലതാ. പിന്നെ 9 എണ്ണം ലാമിന് സുക്കൂൻ. ഓക്കെ, ഐൻ കലിമക്ക് ഐനല്ല ഫഅല, ലാം കലിമക്ക് സുക്കൂൻ. ഐൻ കലിമ എന്ന് പറഞ്ഞോ ഉണ്ടെങ്കിൽ തെറ്റിൻ്റെ. ലാം കലിമക്ക് സുക്കൂൻ. ഫഅൽന, ഫഅൽത, ഫഅൽതുമാ, ഫഅൽതും, ഫഅൽതി, ഫഅൽതുമാ, ഫഅൽതുന്ന, ഫഅൽതു, ഫഅൽനാ. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പാഠത്തിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഖറജ എന്ന് പറഞ്ഞാൽ ഖറജ ഫിഅലാണ്, അതിൻ്റെ ഫായിലുൻ മുസ്തതിറുൻ തഖ്ദീറുഹു ഹുവ. ഓക്കെ, അടുത്ത നമുക്ക് മുദരിസ് പറയുന്നത് ഐന ദഹബ, അവൻ എങ്ങോട്ടാണ് പോയത്? മുഹമ്മദ് മറുപടി കൊടുക്കുന്നത് എന്താ? ദഹബ ഇലൽ മുദീരി, അവൻ ഹെഡ് മാസ്റ്ററുടെ അടുത്തേക്കാണ് പോയത്, അല്ലെങ്കിൽ മുദീർ മാനേജറുടെ അടുത്തേക്കാണ് പോയത്. ഓക്കെ, ദഹബ ഇലൽ മുദീരി എന്നുള്ളത് ജുംലത്തുൽ ഫിഅലിയയാണ്. ദഹബ ഫിഅലാണ്, ഫായിലിനെ നമുക്ക് മർഫൂ ആയിട്ടുള്ള ഒന്നിനെ അവിടെ കാണുന്നില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഫായിലുൻ ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു ഹുവ. അടുത്തത് മുദരിസ് ചോദിക്കുന്നു ഐന ദഹബ അലിയുൻ, അലി എങ്ങടാ പോയത്? അപ്പോൾ മുഹമ്മദ് എന്താ മറുപടി കൊടുക്കുന്നത്? ദഹബ ഇലൽ മിർഹാദി, അവൻ ടോയ്ലറ്റിലേക്ക് പോയി. മിർഹാദുൻ ടോയ്ലറ്റ് കേട്ടോ. ദഹബ ഇലൽ മിർഹാദി ജുംലത്തുൽ ഫിഅലിയ. ദഹബ എന്താ? ദഹബയാണ് ഫിഅല്. ഫായിലാരാ? ഫായിൽ അവിടെ മർഫൂ ആയിട്ടുള്ളൊരു ഇസ്മിനെയും കാണുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഫായിലാരാ? ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു ഹുവ. ഓക്കെ, ഇനി നമ്മുടെ തമാരീനു എക്സസൈസസ് ആണ്. അജിബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയ, കണ്ടില്ലേ? ഇൽത്തിഖാഉ സാക്കിനേനാണ് കേട്ടോ. അപ്പോൾ അൻ എന്നുള്ള സുക്കൂനിനെ കസ്റയാക്കി. അനിൽ അസ്ഇലത്തിൽ ആത്തിയ. മീൻ ഐന അൻത, നീ എവിടെ നിന്നാണ്? ഇത് നമ്മളോടത്തല്ല ചോദിക്കുന്നത്, ഈ ലെസനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ മുഹമ്മദ് ആണെന്നുള്ള രീതിയിൽ എഴുതണം കേട്ടോ. അനമിനൽ യാബാനി. അൻത മീൻ ഫിലിപ്പീനി, നീ ഫിലിപ്പൈനിൽ നിന്നാണോ? ലാ, കോമട്ടിട്ട് അനമിനൽ യാബാനി. ഓക്കെ, മൻ മിനസ്വീനി, ആരാണ് ചൈനയിൽ നിന്നുള്ളത്? ചൈനയിൽ നിന്ന് ആരാണ്? അമ്മാറുൻ മിനസ്വീനി. മിൻ ഐന ഹാമിദുൻ, ഹാമിദ് എവിടെയാകുന്നു? ഹുവ മിനൽ ഹിന്ദി, എവിടെ നിന്നാകുന്നു? ഹുവ മിനൽ ഹിന്ദി. ഐന ദഹബ അബ്ബാസുൻ, അബ്ബാസ് എങ്ങടാ പോയത്? ദഹബ ഇലൽ മുദീരി. ദഹബ അലിയുൻ ഇലൽ മുദീരി, അലി മുദീറിൻ്റെ അടുത്തേക്കാണോ പോയത്? ലാ.
അല്ല അല്ലേ. ദഹബ ഇലൽ മിർഹാദി, അവൻ എവിടേക്കാണ് പോയത്? അവൻ ടോയ്ലറ്റിലേക്കാണ് പോയത്. അടുത്തത് ഇഖ്റ വക്തുബ് മഅദബത്തി അവാഖിരിൽ കലിമാത്തി, നമ്മൾ വായിക്കണം, എഴുതണം എന്താ അവസാനത്തെ വാക്കിൻ്റെ അവസാനത്തിൻ്റെ ഹർക്കത്ത് വ്യക്തമാക്കിക്കൊണ്ട്. ഓക്കെ. അൽ ഗുർഫത്തു മിനൽ ഗുർഫത്തി മിനൽ ഹമ്മാമി, അൽ മിർഹാദു ഇലൽ മിർഹാദി, അൽ യാബാനു, അൽ ഫിലിപ്പീനു, മിനൽ ഹിന്ദി ഇല സ്വീനി. ഓക്കെ, ആൻസർ കീയും കൂടിയിട്ട് ഞാൻ ഇതിൻ്റെ ഒപ്പം പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ. അടുത്തത് ഇഖ്റ വക്തുബ്, നീ വായിക്കുക, നീ എഴുതുക. മിൻ ഐന ഫാത്തിമത്തു, എന്താ ഫാത്തിമത്തു എന്ന് പറയാൻ കാരണം? തൻവീൻ വരാത്തതിന് കാരണം ഫാത്തിമ എന്നുള്ളത് ഫാത്തിമത്തു 3 അക്ഷരത്തിൽ കൂടുതലുള്ള സ്ത്രീനാമങ്ങൾ മംനു മിനസ്സർഫാണ്. ഫാത്തിമ എവിടെ നിന്നാണ്? ഹിയ മിനൽ ഹിന്ദി, അവൾ ഇന്ത്യയിൽ നിന്നാണ്. ഹിയ മുബ്തദഅ മിനൽ ഹിന്ദി ജാറുൻ വ മജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ. ഖറജൽ മുദർരിസു മിനൽ ഫസ്ലി വദഹബ ഇലൽ മുദീരി, അധ്യാപകൻ ക്ലാസ്സിൽ നിന്നും പുറത്തുപോയി എന്നിട്ട് മുദീറിൻ്റെ അടുത്തേക്ക് പോയി. അത് ജുംലത്തുൽ ഫിഅലിയ. ഖറജ ഫിഅല്, ഫാഇൽ എവിടെ? അവിടെ ഒരു മർഫൂ ആയിട്ടുള്ളൊരു ഇസ്മു തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലമീർ മുസ്തത്തിർ പറയേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഫായിൽ അതിൻ്റെ തൊട്ടടുത്തുണ്ട്. ഫിഅലിന് ശേഷം മർഫൂ ആയ ഒരു ഇസ്മു ഉണ്ടെങ്കിൽ അതാണ് ഫായിൽ. ഓക്കെ, അപ്പോൾ അൽ മുദരിസു എന്നതാണ് അതിൻ്റെ ഫായിലുൻ. ഓക്കെ, ആ ക്രിയ ചെയ്ത ആൾ. പിന്നെ ഓക്കെ, അതാണ് ഫായിൽ കേട്ടോ. മിനൽ ഫസ്ലി നമുക്ക് പിന്നീട് അനലൈസ് ചെയ്യാം. ദഹബ, ദഹബ ഫിഅലാണ്, അതിൻ്റെ ഫായിൽ തൊട്ടടുത്ത് കാണുന്നില്ല അല്ലേ. അപ്പോൾ അതിൻ്റെ ഫായിൽ ആരാണ്? അതിൻ്റെ ഫായിൽ വമീറുൻ മുസ്തതിർ തഖ്ദീറുഹു ഹുവ. ഓക്കെ, അടുത്തത് കേട്ടോ, മൂന്നാമത്തേത് ദഹബ താജിറു ഇലദ്ദുഖാനി, കച്ചവടക്കാരൻ കടയിലേക്ക് പോയി. ദഹബ ജുംലത്തുൽ ഫിഅലിയ, ദഹബ ഫിഅൽ, തൊട്ടടുത്ത് മർഫൂ ആയിട്ടുള്ളൊരു ഫായിൽ ഉണ്ടാരാ? അത്താജിറു എന്നത്. അപ്പോൾ അത്താജിറു ആണ് ഫായിലുൻ. ഓക്കെ, അടുത്തത് ഖറജ ഹാമിദുൻ മിനൽ ഗുർഫത്തി വദഹബ ഇലൽ ഹമ്മാമി, ഹാമിദ് മുറിയിൽ നിന്നും പുറത്തു പോയി എന്നിട്ട് എവിടേക്ക് പോയത്? ബാത്റൂമിലേക്ക് പോയി. അപ്പോൾ ഖറജ എന്നുള്ളതാണ് ഫിഅൽ, തൊട്ടടുത്ത് മർഫൂ ആയിട്ടുള്ള ഒരു പദമുണ്ട് ഫിഅലിന് ശേഷം, അതാണ് ഫായിൽ ഹാമിദുൻ എന്നത്. ഓക്കെ, പിന്നെ ദഹബ ഫിഅലാണ്, അതിൻ്റെ തൊട്ടടുത്ത് മർഫൂ ആയിട്ടുള്ള ഒരു ഫായിലിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ ഫായിലുൻ മുസ്തതിർ തഖ്ദീറുഹു ഹുവ. മൻ ഖറജ മിനൽ ഫസ്ലി, ആരാണ് ക്ലാസ്സിൽ നിന്നും പുറത്തു പോയത്? അടുത്ത പേജിൽ നോക്കിയേ. ഖറജ താലിബുൻ മിനൽ മദ്രസതി വദഹബ ഇല സൂഖി, വിദ്യാർത്ഥി ക്ലാസ്സിൽ നിന്നും പുറത്തുപോയി, സ്കൂളിൽ നിന്നും പുറത്തുപോയി എന്നിട്ട് എവിടേക്ക് പോയി? വദഹബ ഇല സൂഖി, അങ്ങാടിയിലേക്ക് പോയി. ഖറജ എന്നുള്ളതാണ് ഫിഅൽ, ഫായിൽ തൊട്ടടുത്തുണ്ട് താലിബുൻ, മർഫൂ ആയിട്ടുള്ള ഫായിൽ തൊട്ടടുത്തുണ്ട്. മിനൽ മദ്രസത്തി ജാറുൻ വ മജ്റൂറുൻ. ദഹബ ഫിഅൽ, ഫായിൽ അവിടെ കാണുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഫായിലുൻ ദമീറുൻ മുസ്തതിർ തഖ്ദീറുഹു ഹുവ. ഖദീജതു മിനസ്വീനി, ഖദീജ മംനു മിനസ്സർഫാണ്, അതുകൊണ്ട് തൻവീനെ സ്വീകരിച്ചിട്ടില്ല. ഓക്കെ, അത് ജുംലത്തുൽ ഇസ്മിയയാണ്. ഖദീജ മുബ്തദഅയാണ്, മിനസ്വീനി ജാറുൻ വ മജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ. അടുത്തത് ഖാലിദുൻ മുബ്തദഅ മിനൽ യാബാനി ജാറുൻ വ മജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ. അടുത്തത് നോക്കിയേ. ള, നീ വെക്കുക, ഫിൽ ഫറാഗി, ഒറ്റ ഭാഗത്ത്, ഫീമാ യലി ഹർഫുൽ ജർ മുനാസിബൻ, യോജിച്ച ഹർഫു ജർ വെക്കണം. ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. മിൻ എന്ന് പറഞ്ഞാൽ ഫ്രം, ഇല ടു, ഫീ എന്ന് പറഞ്ഞാൽ ഇൻ, അല എന്ന് പറഞ്ഞാൽ ഓൺ. ഓക്കെ, അൽ കിതാബു ഡാഷ് മക്തബി, പുസ്തകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെസ്കിൻ്റെ മേലെയാണ് അല്ലേ. അലൽ മക്തബി. അത്താലിബു ഡാഷ് ഫസ്ലി, വിദ്യാർത്ഥി ക്ലാസ്സിൽ, ഇൽ എന്ന് പറഞ്ഞപ്പോൾ ഫിൽ ഫസ്ലി. അടുത്തത് എന്താ? ദഹബ ഹാമിദുൻ, ഹാമിദ് പോയി എവിടേക്കാ? ജാമിയയിലേക്ക്. ഇലൽ ജാമിഅത്തി. ഖറജ മുദീറുൻ, മുദീർ പുറപ്പെട്ടു. അപ്പോൾ എവിടുന്ന? മദ്രസത്തി, മിനൽ മദ്രസത്തി, മദ്രസയിൽ നിന്ന്. അപ്പോൾ അടുത്ത ഇതേപോലെ ദഹബ മുഹമ്മദുൻ, ദഹബ മുഹമ്മദുൻ, മുഹമ്മദ് പോയി. ഇലസ്വീനി, ചൈനയിലേക്ക്. മിനൽ യാബാനി, ജപ്പാനിൽ നിന്നും. ഇനി ഇതിൽ കലിമാത്തുൻ ജദീദുനാണ് കേട്ടോ, പുതിയ പദങ്ങൾ. അൽ മദ്രസത്തു സ്കൂള്, അൽ ഫസ്ലു ക്ലാസ് റൂം, ഫസ്ലു
അസ്വഫു എന്നൊക്കെ പറയട്ടെ. അതിന് ഹമ്മാമ് അറിയാലോ, ബാത്റൂമാണ്. മിർഹാദ് ടോയ്ലറ്റാണ്. മത്ബഹ് കിച്ചൺ. ഉർഫത്തുൻ മുറി. ഹുജറത്തുൻ എന്ന് പറയും. ഓക്കെ. അൽ ജാമിഅത്തു എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി. അസൂഖു എന്ന് പറഞ്ഞാൽ അങ്ങാടി. അൽ യാബാനു ജപ്പാൻ. അസ്വീനു ചൈന. അൽ ഹിന്ദു ഇന്ത്യ. അൽ ഫിലിപ്പീനു ഫിലിപ്പൈൻ. അൽ മുദീറു എന്ന് പറഞ്ഞാൽ മാനേജർ. ദഹബ എന്ന് പറഞ്ഞാൽ റാഹ അവൻ പോയി. ഖറജ പുറത്തു പോയി. പിന്നെ ഫി അല മിൻ ഇല ഇവയൊക്കെ എന്താ ഹുറൂഫുൽ ജറിൽ നിന്നുള്ളതാണ്. ഓക്കെ. ഇത്ര തന്നെ ഈ പാഠത്തിലുള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാഹ് നല്ല രീതിയിൽ പഠിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ ഒരു ഫിഅലുൽ മാദിൻ്റെ ഈ ഒരു ടേബിൾ പഠിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും.